ഇൻകം ടാക്സ് ആക്ടിൽ വരുമ്പോൾ കോമ്പോസിഷൻ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഈ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസും പാർട്ട്ണർഷിപ്പും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ്, LLP അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്ഷൻ പറ്റില്ല. അതിൽ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എന്നാണ് പറയുന്നത്. 2 കോടി വരെ വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവരുടെ ടേൺ ഓവറിൻ്റെ 8% നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അവർ വേറെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ നോർമലി നമ്മൾ പറഞ്ഞു ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡ്രോ അപ്പ് ചെയ്യും. ലൈക്ക് അവരുടെ ടോട്ടൽ ടേൺ ഓവർ എത്ര, അവരുടെ പർച്ചേസ് എത്ര, എക്സ്പെൻസസ് എത്ര. ഈ ടേൺ ഓവറിൽ നിന്ന് ഈ പർച്ചേസും എക്സ്പെൻസും എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒരു നെറ്റ് പ്രോഫിറ്റ് കിട്ടും. അതിലാണ് ഇത്ര ടാക്സ് അടയ്ക്കുന്നത്. അപ്പോൾ ഇവർ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം ആ ഒരു കൾച്ചർ നല്ലതാണെങ്കിൽ പോലും ചെറുകിട സംരംഭകരും അല്ലെങ്കിൽ ചെറിയ ഈ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ചെയ്യുന്നവർ അവർക്ക് ഇത്രയും റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടാക്സ് അടയ്ക്കുന്നതിനേക്കാൾ ബേർഡൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 2 കോടി വരെയുള്ള ടേൺ ഓവറുള്ള ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവരുടെ 8% 16 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അവർ പിന്നെ അക്കൗണ്ട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 8 എന്നുള്ളത് 6% കൺസിഡർ ചെയ്യാം അവർക്ക് ഇൻകം വരുന്നത് ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ. അപ്പോൾ ക്യാഷ് ആണെങ്കിലാണ് 8%. അപ്പോൾ അത് ഗവൺമെൻറ് ബാങ്ക് ട്രാൻസാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരിതാണ്. അങ്ങനെയുള്ളവർക്ക് 6% കാണിച്ചാൽ മതി. പക്ഷേ ഇതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം കമ്മീഷൻ ബിസിനസ് അങ്ങനത്തെ കുറച്ച് ബിസിനസ്സുകൾക്കൊന്നും പറ്റില്ല. പക്ഷേ അതല്ലാതെ ജനറലി ഉള്ള എല്ലാ മാനുഫാക്ചറിങ്, ട്രേഡിങ്, അത് സർവീസസ് ബിസിനസ്സിനൊക്കെ ഈ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് പ്രൊഫഷണൽസിന്, ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് ഇതേ സ്കീം തന്നെ സർവീസസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നത് 75 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 50% ഓഫർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും.